ജീവിതമാർഗം വഴിമുട്ടിയ ജയനും മിനിക്കും വഴികാട്ടികളായി സുമനസ്സുകൾ. കൊല്ലം തേനി ദേശീയപാതയോരത്ത് ഷെഡിൽ കഴിയുന്ന ഇരുകാലുകളും മുറിച്ചുകളഞ്ഞ ജയനും മിനിക്കും ഉപജീവനത്തിനായി അടുപ്പ് തെളിഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയും അണക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അമ്മയ്ക്കൊരുമ്മ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവർ ചേർന്ന് നിറച്ച ഗ്യാസ് സിലിണ്ടറും കച്ചവടം പുനരാരംഭിക്കുന്നതിനായുള്ള സാധനസാമഗ്രികൾ ഞായറാഴ്ച ഉച്ചയോടെ ഇവരുടെ താൽക്കാലിക ഷെഡിലെത്തിച്ചു നൽകി. ഇതോടെ ജയനും ഭാര്യ മിനിയും സന്തോഷത്താൽ കണ്ണുനിറഞ്ഞു. ഇതോടെ കണ്ടുനിന്നവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. തുടർന്ന് ജയന്റെ ഭാര്യ മിനി 25 ദിവസമായി കത്താതിരുന്ന ഗ്യാസ് സ്റ്റൗ തിരികൊളുത്തി കത്തിച്ചു. പിന്നീട് ചായ തയ്യാറാക്കി വന്നവർക്ക് നൽകി. ചായ നൽകിയവരും അത് സ്വീകരിച്ചവരും ആനന്ദത്തിൽ പങ്കെടുത്തു. ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ ഇവർക്ക് കടയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. അത് കിട്ടുന്ന ആവശ്യപ്രകാരമുള്ള ലിസ്റ്റ് തയ്യാറാക്കി ഷാജി ഇട്ട് തരികയായിരുന്നു. അതനുസരിച്ച് അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഞങ്ങൾ വാങ്ങിച്ച് ഇവിടെ എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പത്രമാധ്യമങ്ങളിൽ കൂടിയാണ് ഇവരുടെ കഷ്ടതകൾ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള പത്രമാധ്യമങ്ങളൊക്കെ ഇങ്ങനെയുള്ള കഷ്ടത അനുഭവിക്കുന്നവരൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇവരെ ഓടിയെത്താനും ഇവരെ സഹായിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നല്ലതാണ്. പത്രദൃശ്യമാധ്യമങ്ങളിലെ വാർത്തകൾ നിറഞ്ഞതോടെ വിവിധ കോണുകളിൽ നിന്നും അന്വേഷണ പ്രവാഹമായിരുന്നു. മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ്, കുമളി ഓൺലൈൻ പ്രതിനിധി ലിജു ജോസഫ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിലർ മജോ കാരിവുട്ടം, സാബു കുറ്റിപ്ലാക്കൽ, സാബു സുരഭി തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാതയോരത്തെ ഷെഡിൽ നിന്ന് സുരക്ഷിതമായ ഒരു കുഞ്ഞു വീട്ടിലേക്ക് മാറണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം. അതിനായി സുനമസുകൾ തേടിവരുമെന്ന കാത്തിരിപ്പിലാണ് ഈ നിർധന കുടുംബം. സിറ്റി വിഷൻ, കുമളി.